ഏരൂർ ഗ്രാമപഞ്ചായത്തിലെ വിളക്കുപാറ വാർഡിൽ മുട്ടക്കോഴികളെ വിതരണം ചെയ്തു. 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന മുട്ടക്കോഴി വിതരണ പദ്ധതിയുടെ ഭാഗമായാണ് വിളക്കുപാറ വാർഡിലെ അയൽക്കൂട്ടങ്ങൾക്ക് മുട്ടക്കോഴിയെ വിതരണം ചെയ്തത്. ഹരിത അയൽക്കൂട്ടങ്ങളായി പ്രഖ്യാപിച്ച 20 അയൽക്കൂട്ടങ്ങളിലെ പ്രവർത്തകരെയാണ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയത്. വിതരണോദ്ഘാടനം ഏരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി അജിത്ത് നിർവഹിച്ചു. രാധാസ് ചൗക്ക് റോഡ് പുനലൂർ. അപ്പോൾ നമ്മുടെ പഞ്ചായത്തിൽ നമ്മൾ ഈ വർഷം 2024 പദ്ധതിയുമായി ബന്ധപ്പെട്ട് നമ്മൾ 1-2 കോഴിയൊന്നുമല്ല കൊടുക്കുന്നത് കേട്ടോ അമ്മ, 55,000 കോഴികളെ കൊടുക്കുന്നത്. നമ്മുടെ പഞ്ചായത്തിൽ 55,000 കോഴിയെ നമ്മൾ വിതരണം ചെയ്യുകയാണ്. അതിൻ്റെ ഒരു ഭാഗമാണ് നമ്മുടെ വിളക്കുപാറ വാർഡിൽ ഇന്ന് ഞാൻ എണ്ണം പറയുന്നില്ല, ഷൈൻ പറഞ്ഞ ഏരൂർ ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും വലിയ എണ്ണം ഇവിടാണ്. അത് എനിക്ക് മറ്റു മെമ്പർമാരെയൊക്കെ പറയാൻ പറ്റത്തില്ല. അപ്പം എന്തുവായാലും ഒരു നല്ലൊരു വിഹിതം വിളക്കുപാറ വാർഡിൽ നൽകിയിട്ടുണ്ട്. എൻ്റെ വാർഡിൽ ഒരാൾ ഇങ്ങനെ സൈഡിൽ ഇരിക്കും, ഞാൻ നോക്കി ഏത് വാർഡിലാണെന്നുള്ളത്. അപ്പം തീർച്ചയായിട്ടും നമ്മുടെ ഈ കോഴിയെ നേരത്തെ നമ്മൾ പൈസ കോൺട്രിബ്യൂഷൻ അടയ്ക്കണമായിരുന്നു. അപ്പോൾ അതൊന്നും വേണ്ട, 5 കോഴിയെ ഫ്രീ ആയിട്ട് തരിക. എല്ലാവർക്കും കോഴിക്കൂടെ ഉണ്ടോ? ഉണ്ടല്ലേ? ഒരാളൊരു കോഴി മേടിച്ചിട്ട് മറ്റേ കൊടുക്കത്തില്ലേ? അങ്ങനെ ഉണ്ടോ? ഇല്ല. അപ്പം നമ്മൾ ആ 5 കോഴിയെ പൂവനും പിടയും കൂടെ ചേരുന്ന കോഴിയാണ്. തീർച്ചയായിട്ടും അത് ഈ വിളക്കുപാറ വാർഡിൽ ഏതാണ്ടൊരു നല്ലൊരു ഭാഗം ഷൈൻ വളരെ സ്ട്രെയിനെടുത്ത് ഈ കോഴിയെ ഇന്ന് മൊഴുതാങ്കിൽ എത്തിച്ചിരിക്കുകയാണ്. ഇനി എല്ലാ വീടുകളിലും ഷൈൻ ഇനി വീടുകളിൽ വരുമ്പം തീർച്ചയായിട്ടും കോഴി ഷൈനെ നോക്കി ചിരിക്കണം. അപ്പോൾ ആ രൂപത്തിൽ നന്നായി അതിനെ സംരക്ഷിച്ച് നന്നായിട്ട് കോഴിക്ക് തീറ്റയെല്ലാം കൊടുത്തുകൊണ്ട് കൃത്യമായിട്ട് 5 കോഴി മുട്ടയിടാൻ വേണ്ടി നമ്മുടെ വീട്ടിലെ കാര്യങ്ങളെല്ലാം നടക്കുന്നില്ലേ? അത്യാവശ്യം മുട്ട മേടിക്കണമല്ലോ വെളിയിൽ നിന്ന്. അപ്പോൾ ഈ 55,000 കോഴി ഒരേ ദിവസം മുട്ടയിട്ട് എത്ര മുട്ട വരും? 55,000 വരത്തില്ലയോ? അപ്പോൾ തമിഴ്നാടിൻ്റെ മുട്ടയെ നമ്മൾ ആശ്രയിക്കണം. അപ്പോൾ അത്തരത്തിലുള്ളൊരു പദ്ധതിയാണ് നമ്മൾ ആവിഷ്കരിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ പദ്ധതി വിളക്കുപാറയിൽ വാർഡിൻ്റെ വിതരണം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ അറിയിച്ചു. ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷൈൻ ബാബു അധ്യക്ഷനായിരുന്നു. ADS സെക്രട്ടറി സൗദാമിനി, പ്രസിഡന്റ് വീണ, ADS അംഗങ്ങളായ മറിയാമ്മ ജോസ്, സുധാമണി എന്നിവർ നേതൃത്വം നൽകി. റിപ്പോർട്ടർ സുനിൽ ജി, കരവാളൂർ. രാധാസ് ചൗക്ക് റോഡ് പുനലൂർ. 2 പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു. പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ, കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം. കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു. കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് 1000 നന്ദി. രാധാസ് ചൗക്ക് റോഡ് പുനലൂർ.